ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോയുടെ നാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം നേരുക. നിന്നെ ഈശോ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈശോ നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും, ഇന്നത്തെ നിൻ്റെ പ്രവർത്തനങ്ങളെ അവൻ അനുഗ്രഹിക്കും. സുവിശേഷത്തെ നമ്മൾ നോക്കുമ്പോൾ ഈശോ ഈ 2 പേരെയായിട്ട് അയക്കുന്ന ഒരു രംഗമുണ്ട്. ഈശോയ്ക്ക് പകരമായിട്ട് അവരയക്കുക. പോകുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ എടുക്കരുത്, നിങ്ങൾ ഇന്ന രീതിയിൽ പോകണം, എല്ലാം നിർദ്ദേശം കൊടുക്കുക. ശിഷ്യന്മാരെ അയച്ചിട്ട് അവരുണ്ടാക്കിയ ഫലം എന്താണ് അത് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ പറ്റും. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 12-13 തിരുവചനങ്ങൾ. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. വചനം പറയുകയാണ്, ശിഷ്യന്മാർ പോയിട്ട് എല്ലാവരും അനുതപിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചെയ്ത ഈശോ കൊടുത്ത കമാൻഡാണ് പിശാചുകളെ പുറത്താക്കി രോഗികളെ സുഖമാക്കി. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ കൽപ്പന പ്രകാരം ഈശോയുടെ ശിഷ്യന്മാർ ചെയ്തതാണ്. സഭ ഇന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഈശോയുടെ ശിഷ്യഗണങ്ങൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിൻ്റെ ജീവിതത്തിന് പ്രശ്നമുണ്ടെങ്കിൽ, പ്രതിസന്ധി ഉണ്ടെങ്കിൽ, രോഗാവസ്ഥയുണ്ടെങ്കിൽ, ഈശോയുടെ നാമത്തിൽ അവൻ്റെ പുരോഹിതന്മാർ, അവൻ്റെ സഭ നിൻ്റെ പ്രശ്നത്തിന് ഉത്തരം തരും. ചുറ്റുപാടുമല്ല ഓടുക. പ്രശ്നങ്ങളുടെ നടുവിൽ, ചോദ്യങ്ങളുടെ നടുവിൽ നീ നിൻ്റെ ദേവാലയത്തിലേക്ക് ഓടണം, നീ നിൻ്റെ സഭയിലേക്ക് ഓടണം. സഭ നിനക്ക് ഉത്തരം തരും. കാരണം ഈശോ കൊടുത്തിട്ടുണ്ട് അധികാരം. അവർ പ്രവർത്തിക്കും. നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈശോ ഉത്തരം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ നിന്റെ അഭിഷേകത്താൽ ഈ വ്യക്തി നിറയപ്പെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിൽ ഈശോയെ, നീ സ്ഥാപിച്ച സഭ അതിന് ഉത്തരവുമായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നീ ഈ വ്യക്തിക്ക് നൽകണം. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.